കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ്. ഇന്ന് പൊന്നു ഗുരുവായൂരപ്പന് ഉച്ചപൂജ കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു. പൊന്നു ഗുരുവായൂരപ്പൻ ഇന്ന് നല്ല സന്തോഷത്തിലാണ്. ഇന്നത്തെ കളഭാലങ്കാരം കാണാൻ നല്ല കൗതുകമുണ്ട്. കാളിയമർദ്ദനാണ് ചാർത്തിരിക്കണത്. കാളിയൊക്കെ ചെറിയൊരു കാളിയമ്പാമ്പ്. കാളിയമ്പാമ്പിന് അധികം തടിയൊന്നും ചെറിയൊരു പത്തിയൊക്കെ ആയിട്ടൊരു കാളിയമ്പാമ്പ്. ആ കാളിയമ്പാമ്പിന് നമ്മൾ ചെറിയൊരു ഉണ്ണീഷം കയറി നിന്ന് നൃത്തം ചെയ്യുക. അധികം തടിയൊന്നും ഇല്ലാണ്ട് നല്ല ഭംഗിയായിട്ടുള്ള നൃത്തം ചെയ്യല്. നൃത്തം ചെയ്യാൻ പറയുന്നത് കയറി നിൽക്കുക. നൃത്തം ചെയ്യാന്ന് പറയണില്ലേ, കയറി നിന്നുകൊണ്ട് ചെറിയൊരു ഉണ്ണികൃഷ്ണൻ, ചെറിയൊരു കാളിയമ്പാമ്പ്, എല്ലാം ചെറുതാ. അങ്ങനെയായിട്ട് ഒരു പത്തി മാത്രമുള്ള കാളിയമ്പാമ്പൻ്റെ മുകളിൽ അതാ പൊന്നുണ്ണി കണ്ണൻ കയറി നിൽക്കുന്ന രണ്ട് കാലുമിൽ അതാ പൊൻതളകൾ ചാർത്തിയിട്ടുണ്ട്. പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. കിങ്ങിണി കുമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കുന്നുണ്ട്. ഒരു കിങ്ങിണി പോലത്തെ നല്ല ഭംഗിയുള്ള ഒരു സ്വർണ്ണമാല കഴുത്തിൽ ചാർത്തിയിട്ടുണ്ട്. കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാല ചാർത്തിയിട്ടുണ്ട്. രണ്ടിൻ്റെ നടുവിൽ ദിവസം ഗോപി തിലകം വെച്ചിട്ടുണ്ട്. കൈവളകൾ തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. ഇടത്തെ കൈ കൊണ്ട് കാളിയമ്പാമ്പിൻ്റെ വാല് പിടിച്ചിട്ടുണ്ട്. വലത്തെ കയ്യിൽ ഓടക്കുഴലല്ല എന്ന് വെണ്ണുറലയും പിടിച്ചത് ആ കാളിയമ്പാമ്പിൻ്റെ മുകളിൽ നിൽക്കണത്. എന്താ വികൃതിയില്ലേ. അങ്ങനെ അന്നത്തെ നിപ്പ്. തടി കുറഞ്ഞും അധികം തടിയൊന്നും ഇല്ലാണ്ട് ഒരു മിടുമിടുക്കൻ, അധികം തടിയില്ലാത്തൊരു കാളിയമ്പാമ്പ്. അങ്ങനെ നല്ല കൗതുകമാണ് കാണാൻ. എന്തായാലും ആ കാളിയമ്പാമ്പിൻ്റെ മുകളിൽ പൊന്നുണ്ണി കാണാൻ നിൽക്കണ കാണാൻ നല്ല കൗതുകമുണ്ട്. ചെവിയിൽ ചെവിപ്പൂക്കൾ, നെറ്റിവിൽ സ്വർണ്ണഗോപി, നല്ല മന്ദഹാസം. പൊന്നും കിരീടം ചാർത്തിയിട്ടുണ്ട്. പൊന്നും കിരീടത്തിന് മുകളിൽ രണ്ട് തിരുമുടി മാലകൾ. ഒന്നെങ്ങനെ വെച്ചാൽ വെളുത്തപ്പൂ, രണ്ട് ഭാഗത്തേക്കും വെളുത്തപ്പൂ, നടുവിൽ തെച്ചിയും തുളസിയും അങ്ങനെ ഇടകലർന്ന് ഇടയിൽ മഞ്ഞ തെച്ചിയുണ്ട്. അങ്ങനെയായിട്ട് അതേപോലത്തെ ഒരു ഉണ്ടമാലയാണ് കഴുത്തിൽ ചാർത്തിരിക്കുന്നത്. അതാ രസം. വെളുത്ത പൂക്കൾ ധാരാളം, പിന്നെ തുളസിപ്പൂ കുറച്ച്, പിന്നെ തെച്ചിപ്പൂവ്, മഞ്ഞ തെച്ചി, ചുവന്ന തെച്ചി, മഞ്ഞ തെച്ചി, പിന്നെയും തെച്ചിപ്പൂ, ചുവന്ന തെച്ചി, പിന്നെയും തുളസിപ്പൂവ്, അത് കഴിഞ്ഞാൽ വീണ്ടും വെളുത്ത പൂക്കൾ ധാരാളം. അങ്ങനെ ഇടകലർന്ന് നല്ല ഭംഗി. ഒരേപോലത്തെ ഒരു ഉണ്ടമാലയും ഒരു തിരുമുടിമാലയും. അങ്ങനെയാണ്. മറ്റേ തിരുമുടിമാലയാണെന്ന് വെച്ചാൽ വെളുത്ത പൂവ് മാത്രമായിട്ട്, വെളുത്ത പൂവിന് നമ്മൾ കുറേശ്ശെ തെച്ചിപ്പൂവായിട്ട്. അങ്ങനെ രണ്ട് തിരുമുടിമാലകളും ഒരു ഉണ്ടമാലയും. അതിൻ്റെ നടുവിലാണ് നമ്മുടെ പൊന്നുണ്ണി കാണാൻ കുഞ്ഞി കാളിയമ്പാമ്പിൻ്റെ മുകളിൽ കുഞ്ഞികൃഷ്ണൻ കയറി ഇങ്ങനെ നിൽക്കുകയാണ്. നൃത്തം ചെയ്യണമെന്നില്ലേ, കയറി ഇങ്ങനെ നിൽക്കുകയാണ് നല്ല രസമായിട്ട്. നല്ല കൗതുകമുണ്ട് കാണാൻ. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ ഞങ്ങളെ. ഈ തിരുമുടിമാലകളുടെ മുകളിൽ വിധാനമായിട്ട് 4-5 ഉണ്ടമാലകൾ ചാർത്തിയിട്ട്, തെച്ചിയും തുളസിയും താമരയും തുളസിയായിട്ട് ഇങ്ങനെ ഇടകലർന്ന് നല്ല ഭംഗിയുള്ള ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിയിട്ടുണ്ട്. ശ്രീലകത്തൊക്കെ നോക്കി നല്ല സന്തോഷം. ചെറിയൊരു ഉണ്ണികൃഷ്ണൻ ചെറിയൊരു പാമ്പിൻ്റെ മുകളിൽ കയറി നിൽക്കുകയാണ്. കാളിയമ്പാമ്പാണ്. ആ കാളിയമ്പാമ്പിൻ്റെ മുകളിൽ കയറി നിൽക്കുന്നതായിട്ടാണ് ചാർത്തിരിക്കുന്നത്. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ ഞങ്ങളെ. യശോദ തൻ കൈകളിൽ നിന്നു മേടിച്ചതീവ മോദത്തോടു രാധ തന്നെ മുരാരി തൻ കൊച്ചരയിൽ സരാഗമണിഞ്ഞു പൊൻകിങ്ങിണി കോണമെല്ലാം. കാർവർണ്ണൻ എന്നുള്ള പദം നിനക്കു കൽക്കണ്ടമോ വാസ്തവമോ ദുരാതെ? ഈ വാക്കു നിൻ വായിലിടുമ്പോഴേക്കും നീർ വന്നു ചുണ്ടൊക്കെ നനഞ്ഞിടുന്നു. ഒക്കത്തു വെള്ളക്കുടമേറ്റി രാധ കാളിന്തി തൻ കൽപ്പട കയറിടുമ്പോൾ എങ്ങൊന്നു നിന്നറിയാതെ വന്നോരേതോ സുഗന്ധത്തിൽ മയങ്ങി നിന്നു. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ശ്രീലകത്തത് ആ പൊന്നുണ്ണി കണ്ണൻ ഒരു കാളിയമ്പാമ്പിൻ്റെ ചെറിയൊരു കാളിയമ്പാമ്പിൻ്റെ മുകളിൽ കയറി നല്ല ഭംഗിയുള്ള ഒരു കുഞ്ഞികൃഷ്ണൻ അതിൻ്റെ മുകളിൽ ഇങ്ങനെ കയറി നിൽക്കുകയാണ്. കയ്യിലൊരു വെണ്ണോർലയാണെന്ന്. ഇടത്തേക്ക് വേണ്ട കാളിയമ്പാമ്പിൻ്റെ വാല് പിടിച്ചിട്ട് വലത്തെ കയ്യിലൊരു വെണ്ണോർല കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് നിൽക്കുന്നത്. നല്ല കൗതുകമാണ്. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി ആ പൊന്നുണ്ണി കണ്ണൻ്റെ നമ്മുടെ സ്വന്തം ഗുരുവായൂരപ്പൻ്റെ ആ തൃപ്പാദത്തിൽ അങ്ങോട്ട് വീണ് നമസ്കരിക്കുക. ഭക്തന്മാർക്കുള്ളതാണ് ആ തൃപ്പാദം. മുറുകെ പിടിച്ചോളൂ, ഉറക്ക നാമം ജപിച്ചോളൂ. കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. ആ തിരുമുഖം നോക്കി ഉറക്കം ജപിക്കല്ലേ നമുക്ക്. ഹരേ നാരായണ 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 ഹരേ ഹരേ.